ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 പദ്ധതികളുമായി ബന്ധപ്പെട്ട് ചോദിച്ച PYQs ആണ്. 24 +2, 10 അതുപോലെ ഡിഗ്രി ലെവൽ എക്സാമുകളിൽ ചോദിച്ച മുഴുവൻ പദ്ധതികളും നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അനുബന്ധ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പദ്ധതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എക്സാമിനും, ഏത് ലെവൽ എക്സാമിനും നമുക്ക് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ചോദ്യങ്ങൾ വരുന്നൊരു ഏരിയയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ആരോഗ്യക്ഷേമ പദ്ധതികൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളിന്ന് പഠിക്കുകയാണ്. ഇതിലൂടെ നിങ്ങൾക്ക് ഇനി വരുന്ന എക്സാമിന് ഒരു മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യ ചോദ്യം ഇതാണ്: മാനസിക രോഗ വിമുക്തരായവരുടെ പുനരധിവാസത്തിനുള്ള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയുടെ പേര് എന്താണ്? സ്നേഹക്കൂട് എന്നാണ്. ഓക്കെ, സ്നേഹക്കൂട് എന്നുള്ളതാണ് പദ്ധതിയുടെ പേര് വരുന്നത്. ഓക്കെ, സ്നേഹക്കൂട് എന്നാണ് കേട്ടോ. അപ്പോൾ മാനസിക രോഗ വിമുക്തരായവരുടെ പുനരധിവാസത്തിനുള്ള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയുടെ പേരെന്താണ്? സ്നേഹക്കൂട് എന്നുള്ളതാണ്. ഇനി കുരുവിക്കൊരു കൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുരുവികളുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു സ്കീമാണ്. എൻ്റെ കൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2015 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ്. അതായത് ഈ രാത്രി കാലങ്ങളിൽ സ്ത്രീകൾക്കും അതുപോലെ പെൺകുട്ടികൾക്കും അതുപോലെ 12 വയസ്സ് വരെയുള്ള ആൺമക്കൾക്കും അവർക്ക് ഒരു ഹോസ്റ്റൽ സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് എൻ്റെ കൂട് എന്ന് പറയുന്നത്. കോഴിക്കോടാണ് ഇത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മാനസിക രോഗ വിമുക്തരായവരുടെ പുനരധിവാസത്തിനുള്ള സർക്കാരിന്റെ റീഹാബിലിറ്റേഷൻ പദ്ധതിയുടെ പേരാണെന്ത്? സ്നേഹക്കൂട് എന്ന് പറയുന്നത്. നമ്മൾ മറ്റു പദ്ധതികളും പറയുന്നുണ്ട്. അപ്പോൾ അതുകൂടി നിങ്ങൾക്കൊരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് ലഭിക്കും. ഓക്കെ ആണല്ലോ. അടുത്തത്: ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? മാതൃജ്യോതിയാണ്. ഓക്കെ, അപ്പോൾ ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് മാതൃജ്യോതി. ഇനി മാതൃയാനം എന്ന് പറഞ്ഞാൽ എന്താണ്? മാതൃയാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവശേഷം വീട്ടിലേക്കുള്ള യാത്ര അത് സൗജന്യമായിട്ട് നൽകുന്ന പദ്ധതിയാണ് മാതൃയാനം. യാത്ര. ഓക്കെ, പ്രസവശേഷം തന്നെയാണ് അവിടെയും, പ്രസവവുമായി ബന്ധപ്പെട്ട സ്കീം തന്നെയാണ്. പക്ഷെ പ്രസവശേഷം വീട്ടിലേക്കുള്ള സൗജന്യ യാത്ര അതാണ് ഈ മാതൃയാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആയുർദളമാണെങ്കിൽ എയ്ഡ്സുമായി ബന്ധപ്പെട്ട ഒരു ബോധവൽക്കരണ പരിപാടിയാണെന്ത്? ആയുർദളം എന്ന് പറയുന്നത്. അശ്വമേധമാണെങ്കിൽ കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണെന്ത്? അശ്വമേധം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്: സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര് എന്താണ്? അമൃതം ആരോഗ്യം എന്നാണ്. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേരെന്താണ്? അമൃതം ആരോഗ്യം എന്നാണ്. ശലഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ജനിച്ച കുട്ടികൾ ഉണ്ടാവല്ലോ, ന്യൂ ബോൺ ബേബീസ്, അവരുടെ സമഗ്രമായിട്ടുള്ള ആരോഗ്യ ചെക്കപ്പ് ഒക്കെ ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ശലഭം എന്ന് പറയുന്നത്. ശ്രുതി തരംഗമാണെങ്കിൽ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അവർക്ക് കേൾവിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് കോക്ലിയർ ഇംപ്ലിമെന്റേഷനുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ് ശ്രുതി തരംഗം എന്ന് പറയുന്നത്. ഇനി സുഹൃതമാണെങ്കിലോ ക്യാൻസറുമായി ബന്ധപ്പെട്ട പദ്ധതിയാണെന്ത്? സുഹൃതം എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ ആണല്ലോ. അപ്പൊ സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേരെന്താണ്? അമൃതം ആരോഗ്യം എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ്: ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് മാർഗനിർദ്ദേശം നൽകുന്ന മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന ടെലി ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? ദിശയാണ്. ആ ഒരു ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1056 എന്ന് പറയുന്നത്. ഓക്കെ, സോ ശാരീരികവും മാനസികവും ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് മാർഗനിർദ്ദേശം നൽകുന്ന മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന ടെലി ഹെൽപ്പ് ലൈൻ നമ്പറാണ് ദിശ. ഈ ദിശയുടെ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1056 എന്ന് പറയുന്നത്. ഇനി സ്നേഹ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള അവർക്ക് നൽകുന്ന ധനസഹായ പദ്ധതിയാണെന്ത്? സ്നേഹ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ആർദ്രമാണെങ്കിൽ സർക്കാർ ആശുപത്രികളെ രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ആർദ്രം എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ ആണല്ലോ. അപ്പൊ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? മെഡിസപ്പ് ആണ്. ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്. കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസപ്പ്. പ്രത്യാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർശ്വവൽക്കരിക്കപ്പെട്ട, അതായത് ഈ അനാഥര്, ഉപേക്ഷിക്കപ്പെട്ട കുട്ടികൾ,
പിന്നെ വയോജനങ്ങൾ അവർക്കൊക്കെ നൽകുന്ന അവർക്കൊക്കെ പാർപ്പിക്കാനുള്ള ഒരു ഇടമാണെന്ത്, അതിനുള്ള പദ്ധതിയാണെന്ത് പ്രത്യാശ എന്ന് പറയുന്ന പദ്ധതി. കാരുണ്യാണെങ്കിലോ ഗുരുതര രോഗങ്ങൾക്കുള്ള കേരള സർക്കാരിന്റെ ഈ ആയുഷ്മാൻ ഭാരതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അത് ഈ ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾക്കുള്ള ഒരു സൗജന്യ ചികിത്സാ പദ്ധതിയാണ് കാരുണ്യ പദ്ധതി എന്ന് പറയുന്നത്. ഇനി ആശ്വാസ കിരണം എന്ന് പറയുന്നത് കിടപ്പിലായ രോഗികൾ ഉണ്ടാവുമല്ലോ, അവരെ പരിചരിക്കുന്നവർക്ക് നൽകുന്ന ഒരു ധനസഹായ പദ്ധതിയാണ് ആശ്വാസ കിരണം. ഓക്കെ, കിടപ്പിലായ രോഗികൾ ഉണ്ടാവുമല്ലോ, അവരെ പരിചരിക്കുന്നവർക്ക് നൽകുന്നത് കേട്ടോ, പരിചരിക്കുന്നവർക്കാണ് നൽകുന്നത് ഈ ഒരു ധനസഹായം, അതാണ് ആശ്വാസ കിരണം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള ഗവൺമെന്റിന്റെ പദ്ധതി എന്താണ്? ഏതാണ്? താലോലമാണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള ഗവൺമെന്റിന്റെ പദ്ധതിയാണ് താലോലം. ആർദ്ര നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സ്നേഹപൂർവ്വമാണെങ്കിലോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാവോ പിതാവോ അല്ലെങ്കിൽ രണ്ടുപേരോ മരിച്ച കുട്ടികൾക്ക് നൽകുന്ന ഒരു സ്കോളർഷിപ്പ്, വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഒരു സ്കോളർഷിപ്പാണ് എന്ത്? സ്നേഹപൂർവ്വം. വയോമിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 65 വയസ്സ് മുകളിലുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ഒരു പദ്ധതിയാണെന്ത്? വയോമിത്രം പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, സമഗ്ര ആരോഗ്യ പരിരക്ഷയാണെന്ത്? വയോമിത്രം എന്ന് പറയുന്നത്. ഓക്കെ, അത് വയോമിത്രം എപ്പോഴും ചോദിക്കാറുണ്ട്, കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. കേരള സംസ്ഥാനത്ത് വയോജന നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച നൂതന പദ്ധതി ഏതാണ്? നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞ ഒരു ഓപ്ഷൻ ആയിരുന്നു. ഇതിന്റെ ആൻസർ ഏതാണ്? വയോമിത്രമാണ് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കേരള സംസ്ഥാനത്ത് വയോജന നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച നൂതന പദ്ധതിയാണ് വയോമിത്രം. ഇനി സ്നേഹപൂർവ്വം നമ്മൾ പറഞ്ഞതാണ്, സ്നേഹസാന്ദ്രം പറഞ്ഞതാണ്. ഇതിൽ സമാശ്വാസമാണ് നമ്മൾ പറയാത്തത്. സമാശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? മാസത്തിൽ ഒരിക്കലെങ്കിലും വൃക്കയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് ഡയാലിസ് ചെയ്യുന്ന വ്യക്തികൾക്ക്, അത് BPL കാറ്റഗറിയിലുള്ള വ്യക്തികളാവണം കേട്ടോ, അവർക്ക് നൽകുന്ന ഒരു ധനസഹായ പദ്ധതിയാണെന്ത്? സമാശ്വാസം എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ്, സമൂഹത്തിൽ വിവിധ തരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് സ്വന്തം താമസ സ്ഥലത്ത് നിന്ന് ഓൺലൈനായി കൗൺസിലിംഗ്, നിയമസഹായം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി ഏതാണ്? കാതോർത്താണ്. കാതോർത്ത്. ഓക്കെ, സമൂഹത്തിൽ വിവിധ തരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് സ്വന്തം താമസ സ്ഥലത്ത് നിന്ന് തന്നെ ഓൺലൈനായിട്ട് കൗൺസിലിംഗ്, നിയമസഹായം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് കാതോർത്ത് എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, പ്രമേഹത്തിന്റെ കോംപ്ലിക്കേഷനായ ഡയബറ്റിക് റെറ്റിനോപ്പതി നിർണ്ണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി. ഈ റെറ്റിനോപ്പതി എന്ന് പറയുന്ന വാക്ക് എളുപ്പം തന്നെ അറിയാം, അത് കണ്ണുമായി ബന്ധപ്പെട്ടതായിരിക്കും. അപ്പൊ ഇവിടെ ഓപ്ഷൻ നോക്കുമ്പോൾ ശ്രുതിമധുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേൾവി തകരാറുള്ള 40% മുകളിൽ കേൾവി തകരാറുള്ള വ്യക്തികൾക്ക് അതിനുള്ള ശ്രവണ സഹായം നൽകുന്ന ഒരു പദ്ധതിയാണ്. നയനാമൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഞാൻ പറഞ്ഞ റെറ്റിനോപ്പതി എന്ന് പറയുമ്പോൾ തന്നെ കണ്ണുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. അപ്പൊ നയനം എന്ന് പറയുമ്പോൾ എന്താണ്? അത് നയനം എന്ന് പറയുന്ന കണ്ണിന്റെ ഒരു പര്യായമാണ്. അപ്പൊ അങ്ങനത്തെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇവിടെ ആൻസർ ഏതാണ്? നയനാമൃതമാണ്. 2 മാത്രം ശരി എന്ന് പറയുന്ന ആൻസർ ആണ്. അമൃതം ആരോഗ്യം നമ്മൾ പറഞ്ഞൊരു പദ്ധതിയാണ്. ഇവിടെ ആൻസർ ഏതാണ്? നയനാമൃതമാണ് കൃത്യമായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനക്കായി കേരള സർക്കാരിന്റെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ന്യൂ ബോൺ ബേബീസിന്റെ സമഗ്ര ആരോഗ്യ പരിശോധനക്കായിട്ടുള്ള കേരള സർക്കാരിന്റെ പദ്ധതി ഏതാണ്? ശലഭമാണ്. താലോലം പറഞ്ഞ പദ്ധതിയാണ്. ഹൃദ്യമാണെങ്കിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണെന്ത്? ഹൃദ്യം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ബാലമുകുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംസ്ഥാന ആയുർവേദ വകുപ്പിന്റെ പദ്ധതിയാണ്. അതായത് ഈ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ്. അവിടെ ആരോഗ്യം അത് എല്ലാ ടൈപ്പും, മാനസികമായാലും സാമൂഹ്യപരമായിട്ടുള്ള ആരോഗ്യമായാലും ഇതെല്ലാം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ ആയുർവേദ വകുപ്പിന്റെ പദ്ധതിയാണെന്ത്? ബാലമുകുളം എന്ന് പറയുന്ന പദ്ധതി. നെക്സ്റ്റ്, മാതാപിതാക്കൾ നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്ന കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതി. ഇത് നമ്മൾ പറഞ്ഞതാണ് അല്ലെ. ഏതാണ്? സ്നേഹപൂർവ്വം പദ്ധതിയാണ് അല്ലെ. സ്നേഹപൂർവ്വം പദ്ധതിയാണ്. മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയും
ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വന്നാൽ കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം. ഓക്കെ ആണല്ലോ. ഇനി താലോലം നമ്മൾ പറഞ്ഞതാണ്, സമാശ്വാസം നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് പദ്ധതി ആരോഗ്യകിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ പ്രായപരിധി എത്രയാണ്? ആരോഗ്യകിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ പ്രായപരിധി എത്രയാണ്? 18 വയസ്സ് താഴെയുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടിയുള്ള പദ്ധതിയാണെന്ത്? ആരോഗ്യകിരണം. അപ്പോൾ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് പ്രധാനമായിട്ടും ആരോഗ്യകിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത്. സ്നേഹസ്വാതന്ത്ര്യം പദ്ധതി സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായം. അപ്പോൾ സ്നേഹസ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള പ്രതിമാസ ധനസഹായമാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒരു സ്കീമാണ് അല്ലെ. അപ്പൊ ഏതാണ്? ഒന്ന് ശരി അല്ലെ. അപ്പൊ എ ആണ് ശരി അല്ലെ. അപ്പോൾ സ്നേഹസ്വാതന്ത്ര്യം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് ഏത്? സ്നേഹസ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. വാത്സല്യനിധി. ഈ വാത്സല്യനിധിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ഇവിടെ 1ഉം 3ഉം ആണ് ശരി. 1ഉം 1ഉം പറയുമ്പോൾ പട്ടികജാതി വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി 1 ലക്ഷം രൂപ വരെ വരുമാന പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതിയാണ് ഇത് വാത്സല്യനിധി. അതുപോലെ പട്ടികജാതി വകുപ്പും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അതായത് LICയും ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇവിടെ 1ാമത്തെയും 3ാമത്തെയും സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ശരി എന്ന് പറയും. 1ഉം 3ഉം ശരി. ഓക്കെ, അടുത്തത് വിദ്യാജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായത് ഏതാണ്? ഏതാണ് വിദ്യാജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായ പദ്ധതി എന്ന് പറയുന്നത് ഏതാണ്? വിദ്യാജ്യോതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ാമത്തെയും 2ാമത്തെയും സ്റ്റേറ്റ്മെന്റ് ആണ് ശരി. കേരള സാമൂഹ്യനീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കുന്നതാണ്. ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്ന പദ്ധതിയാണ് എന്താ? വിദ്യാജ്യോതി. അപ്പോൾ കേരള സാമൂഹ്യനീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പദ്ധതിയാണ് ഏത്? ഈ പറയുന്ന വിദ്യാജ്യോതി. അപ്പോൾ ഇവിടെ 1ഉം 2ഉം ആണ് ശരിയായ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ ആണല്ലോ. സോ എല്ലാ വർഷവും വിളിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് CPO എന്ന് പറയുന്നത് അല്ലെ. ഒരു വർഷമാണ് ഈ യൂണിഫോം പോസ്റ്റിന്റെ കാലാവധി. അപ്പൊ നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപേ നമ്മൾ പഠിത്തം സ്റ്റാർട്ട് ചെയ്യാണ്. അതിനായിട്ട് ടീം CC ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ മുൻകൂട്ടി ആദ്യം തന്നെ പഠിക്കണമെന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. സോ ഈ ഒരു നമ്മുടെ കോഴ്സിന്റെ ഫീച്ചേഴ്സ് ആണ് ഈ ഒരു സ്ലൈഡിൽ കാണുന്നത്. നിങ്ങൾക്ക് മെന്റർഷിപ്പ് ഉണ്ടാവും, വീക്ക്ലി എക്സാംസ്, പിന്നെ ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റി, പിന്നെ നിങ്ങൾക്ക് ആപ്പിൽ റെക്കോർഡിംഗ് ക്ലാസ് അവൈലബിൾ ആണ്. അതനുസരിച്ചുള്ള പ്രിവ്യൂ ക്ലാസ് നിങ്ങൾക്ക് ലൈവ് റെക്കോർഡിംഗ്സ് ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു യൂണിഫോം പോസ്റ്റ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആദ്യമേ നിങ്ങൾ അതിനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. കാരണം ഇപ്പോൾ യൂണിഫോം എക്സാം ഭയങ്കര കോമ്പറ്റീഷൻ കൂടുതലാണ് മറ്റുള്ള എക്സാമിനെ സംബന്ധിച്ച്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ആദ്യമേ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ നടത്തിയാലേ ആ ഒരു നല്ല റിസൾട്ടിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ഒരു ബാച്ചുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക 8590202323. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട ഒരു വെബിനാർ ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ LSCക്ക് ശേഷം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന്റെ ആ ഒരു മെയിൻസ് പരീക്ഷയും 2 പേപ്പറാണ് അല്ലേ. പേപ്പർ 1ഉം പേപ്പർ 2 ആണ്. അപ്പോൾ അതിന് നിങ്ങൾ ആദ്യം കടമ്പ പാസ്സാവണം, പ്രിലിംസ്. ഈ പ്രിലിംസ് നിങ്ങൾക്ക് എങ്ങനെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും? ആ ഒരു പ്രിലിംസിന്റെ കട്ട് ഓഫ് മാർക്ക് കടക്കണമെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സ് പഠിച്ചാലാണ് നല്ലൊരു മാർക്കിലേക്ക് എത്താൻ സാധിക്കുക, അല്ലെങ്കിൽ ആ ഒരു കട്ട് ഓഫ് കടക്കാൻ പറ്റുന്ന ഒരു മാർക്കിലേക്ക് എത്താൻ സാധിക്കുക എന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ തന്നെ കണ്ടക്ട് ചെയ്യുന്ന ഒരു വെബിനാർ ആണ്. സോ ഇത് വരുന്നത് December 11 രാത്രി 7 മണിക്ക്. ഓക്കെ, അപ്പം അതുകൊണ്ട് എല്ലാവരും ഈ ഒരു വെബിനാറിൽ ഈ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമുമായി ബന്ധപ്പെട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ വെബിനാറിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. പ്രിലിംസ് എങ്ങനെ നമുക്ക് ഇനിയുള്ള സമയം കൊണ്ട് നല്ല എഫക്റ്റീവായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും, ഏതൊക്കെ പോർഷൻസ് ആണ് ഓരോ ടോപ്പിക്കിലും നിർബന്ധമായിട്ട് പഠിക്കേണ്ടത് എന്നൊക്കെ കൃത്യമായിട്ട് ആ വെബിനാറിലൂടെ ഞാൻ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ആ വെബിനാർ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ വെബിനാറിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ രജിസ്ട്രേഷൻ അനിവാര്യമാണ്. അതിനായിട്ട് താഴെ കൊടുത്ത ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ, അതിൽ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വെബിനാറിൽ പങ്കെടുക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ടും ആ ഒരു താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് ഈ വെബിനാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. സോ 8590202323 നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ ആണല്ലോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി പേരെന്താണ്? എന്താണ് പദ്ധതിയുടെ പേരെന്ന് പറയുന്നത്? മിഠായി ആണല്ലേ. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക്
സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതിയാണ് മിഠായി. ആർദ്രം നമ്മൾ പറഞ്ഞ പദ്ധതിയാണ്. ഹൃദ്യവും നമ്മൾ പറഞ്ഞ പദ്ധതിയാണ് അല്ലെ. അപ്പോൾ പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതിയാണ് ഏത്? മിഠായി എന്ന് പറയുന്ന പദ്ധതി. നെക്സ്റ്റ്, വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ സ്കൂൾ ബസ്സുകളിലെ GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരെന്താണ്? വിദ്യാവാഹിനി ആപ്പ് എന്നാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ സ്കൂൾ ബസ്സുകളിലെ GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരെന്താണ്? വിദ്യാവാഹിനി ആപ്പ് എന്നാണ് കേട്ടോ. വിദ്യാവാഹിനി ആപ്പ്. നെക്സ്റ്റ്, അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ സർക്കാർ ആശുപത്രികളെ രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്ത ദൗത്യം ഏതാണ്? അപ്പൊ ഇതിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ്. ഏതാണ്? അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ സർക്കാർ ആശുപത്രികളെ രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഏത്? ആർദ്ര മിഷൻ അല്ലെ. ആർദ്ര മിഷൻ എന്ന് പറയുന്നത്. ലൈഫ് മിഷൻ ആണെന്താണ്? ലൈഫ് മിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സംസ്ഥാനത്ത് ഈ ഭവനരഹിതർ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ്. അവർക്ക് സൗജന്യമായിട്ട് വീട് വെച്ച് നൽകുന്ന പദ്ധതിയാണ് ലൈഫ് മിഷൻ. ഓക്കെ. ഇനി ഹരിത കേരള മിഷൻ എന്ന് പറഞ്ഞാലോ, കേരളത്തിന്റെ സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ഹരിത കേരള മിഷൻ എന്ന് പറയുന്നത്. ജീവന മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറ്റകൃത്യത്തിന് ഇരയായ ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പൊ അതുമൂലം മരണപ്പെടുകയോ അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റ ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പൊ അവരുടെ ആശ്രിതർക്ക് നൽകുന്ന ധനസഹായ പദ്ധതിയാണ് എന്ത്? ഈ പറയുന്ന ജീവനം. ഈ കുറ്റകൃത്യത്തിന് ഇരയായിട്ട് മരിക്കുകയോ അല്ലെങ്കിൽ ഗുരുതര പരിക്കേറ്റ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിന്നെ ജോലി ചെയ്യാനൊന്നും സാധിക്കത്തില്ല. അപ്പോൾ അവരുടെ ആശ്രിതർക്ക് നൽകുന്ന ഒരു ധനസഹായ പദ്ധതിയാണ് എന്ത്? ജീവനം എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, എന്താണ് ശരണ്യ പദ്ധതി? അപ്പൊ ശരണ്യ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ്. ഓക്കെ, സ്ത്രീകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ്. ഇവിടെ അവിവാഹിതരായ അമ്മമാർക്കുള്ള പ്രതിമാസ ധനസഹായ പദ്ധതി അതിലും ഡൗട്ട് ഉണ്ടാവും. പക്ഷെ അവിടെ അവിവാഹിതർ എന്ന് പറയുന്നത് 30 വയസ്സിന് മുകളിൽ എന്നുള്ള പറയുന്നുള്ളൂ. ഓക്കെ, അവിടെ ഒരു ഏജ് കാറ്റഗറി പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഐ തിങ്ക് ഏറ്റവും പ്രോബബിൾ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? മോസ്റ്റ് പ്രോബബിൾ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? സ്ത്രീകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ഇത് ശരണ്യ എന്ന് പറയുന്നത്. ഓക്കെ, ഈ വിധവകൾക്കും പിന്നെ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾക്കൊക്കെ നൽകുന്ന ഒരു ധനസഹായ പദ്ധതി കൂടിയാണ് ഇത് ഈ ശരണ്യ. അതുകൊണ്ട് തന്നെ ഈ ഓപ്ഷൻ ബി എന്താവത്തില്ല, ഇത് അവിവാഹിതരായ അമ്മമാർക്ക് മാത്രം ഉള്ളതല്ല, ഒരുപാട് മറ്റു വ്യക്തികൾക്കും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ബി മാച്ചിങ് ആവത്തില്ല. അപ്പോൾ സ്ത്രീകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ. അതാണ് ഇവിടെ ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാള ഭാഷയിൽ സാക്ഷരരാക്കുന്ന പദ്ധതി ഏതാണ്? ചങ്ങാതിയാണ്. ഓക്കെ, ചങ്ങാതിയാണ് കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാള ഭാഷയിൽ സാക്ഷരരാക്കുന്ന പദ്ധതി ഏതാണ്? ചങ്ങാതിയാണ്. ചങ്ങാതിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ചങ്ങാതി. ഇനി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് നൽകുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി ഏതാണ്? അത് സ്നേഹ സ്വാതന്ത്ര്യമാണ്. ബാക്കി 3 പദ്ധതി നമ്മൾ പറഞ്ഞതാണ്. സ്നേഹസ്പർശം പറഞ്ഞിട്ടില്ല. സ്നേഹസ്പർശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൂഷണത്തിലൂടെ എന്താണ് അമ്മമാരായ അവിവാഹിതരായിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് നൽകുന്ന സഹായ പദ്ധതിയാണ് സ്നേഹസ്പർശം. ചൂഷണത്തിലൂടെ അവിവാഹിതരായ അമ്മമാർക്ക് നൽകുന്ന ഒരു ധനസഹായ പദ്ധതിയാണ് സ്നേഹസ്പർശം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, കേരള സർക്കാരിന്റെ നവകേരളം പദ്ധതിയിൽ പെടാത്ത പദ്ധതി കണ്ടെത്തുക. ഏതൊക്കെയാണ് പദ്ധതി? ഒന്ന് ഹരിത കേരള മിഷൻ ഉണ്ട്, പിന്നെ ലൈഫ് മിഷൻ ഉണ്ട്, പിന്നെ ആർദ്ര മിഷൻ ഉണ്ട്. ഇത് 3 നമ്മൾ ഡിസ്കസ് ചെയ്താണ്. നവകേരള സദസ് ഇല്ല. അപ്പൊ ഓപ്ഷൻ എ തെറ്റാണ്. കേരള സർക്കാരിന്റെ നവകേരള കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടാത്തതാണ് ഏത്? നവകേരള സദസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? നിരാമയാണ്. കേരള സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് പദ്ധതിയാണ് നിരാമയ. കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ എന്ന് പറയുന്നത്. ഓക്കെ, അതിജീവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭിന്നശേഷിക്കാർക്ക് നൽകുന്ന ഒരു പദ്ധതിയാണ് അതിജീവനം എന്ന് പറയുന്നത്. അവരുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. സാകല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ജെൻഡേഴ്സിനുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ഇത് സാകല്യം എന്ന് പറയുന്ന പദ്ധതി. വയോമിത്രമാണെങ്കിലോ വയോജനങ്ങൾക്ക് നൽകുന്ന പദ്ധതിയാണ് വയോമിത്രം. നിരാമയാണ് കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. ഓക്കെ, എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് ഇത് സ്നേഹ സാന്ത്വനം. അത് ഓൾറെഡി വീണ്ടും ചോദിച്ചിട്ടുണ്ട്. 3 തവണ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നമ്മൾ പറഞ്ഞത് 2024 മുഴുവൻ പദ്ധതികളിൽ നിന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്തത് കേട്ടോ. അല്ലാതെ നമ്മൾ
ഈ ക്വസ്റ്റ്യൻസ് വീണ്ടും ഉൾപ്പെടുത്തുമല്ല, നമ്മൾ സെയിം ഈ ചോദിച്ച പദ്ധതികളെല്ലാം നമ്മൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ, റോഡ് അപകടങ്ങൾ കുറക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി ഏതാണ്? സേഫ് കേരളയാണ്. സേഫ് കേരള. റോഡ് അപകടങ്ങൾ കുറക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി ഏതാണ്? സേഫ് കേരളയാണ് കേട്ടോ. സേഫ് കേരള. ഇനി നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി. ഹൃദയം നമ്മൾ പറഞ്ഞു, ഹൃദയ സംബന്ധവുമായി ബന്ധപ്പെട്ടതാണ്. താലോലമാണെങ്കിൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നൽകുന്ന പദ്ധതിയാണ്. ഇനി സുഹൃതമാണെങ്കിൽ എന്താണ്? ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. അപ്പൊ ഏതായിരിക്കും ആൻസർ? എൽസയാണ് അല്ലെ. അപ്പോൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് എൽസ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ 2024 ചോദിച്ച, ഞാൻ കാണാൻ ഇടയായിട്ടുള്ള, നമ്മൾ ഒരുപാട് PSC എക്സാംസ് നടക്കുന്നുണ്ട്. അപ്പൊ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒട്ടുമിക്ക എല്ലാ ചോദ്യങ്ങളും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അനുബന്ധ പോയിന്റുകളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും വരുന്ന എക്സാമിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇങ്ങനെയുള്ള കണ്ടന്റ്സ് നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലിന്റെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. സോ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.